ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റ് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ദോശയുടെയും പൂരിയുടെയും ചപ്പാത്തിയുടെയും എല്ലാറ്റിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതിവിടെ 400 ഗ്രാം ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്നും ചിക്കൻ ചെറിയ ചെറിയ പീസായിട്ടാ കട്ട് ചെയ്യൽ. അതുപോലെ തന്നെ എന്താ പറയുക, എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ നിറയെ തന്നെ മുളക് പൊടിയും പിന്നെ ഇത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു പൊടികളും ഉപ്പും ഒക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഞാൻ മിക്സ് എല്ലാം ചെയ്ത് വെച്ചതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എടുത്ത് വെച്ചിട്ടുണ്ടേനു, അത് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയി. അങ്ങനെ വീണ്ടും ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇത് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതിവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതൊരു അരമണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഇതിവിടെ മൂടി വെച്ച് കൊടുക്കട്ടെ. ഇനി നമുക്കൊരു അരമണിക്കൂറിന് ശേഷം തിരിച്ച് വരാം. അങ്ങനെ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് മസാലയെല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതിവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ. അങ്ങനെ ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ഇതവിടെ ഓരോരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരുപാട് സമയത്ത് ഫ്രൈ ചെയ്യണമെന്നില്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി. അങ്ങനെ നമ്മുടെ ചിക്കൻ മുഴുവനും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള ഒരു പാത്രം അത്യാവശ്യം വലിപ്പമുള്ളത് കാരണം ഒന്നിച്ചിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഭാഗം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ചിക്കൻ മുഴുവനും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ ഞാൻ ഇവിടെ ഒരു ഇരുമ്പ് ചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ വെളിച്ചെണ്ണ കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇരുമ്പ് ചട്ടി ആയത് കാരണം പെട്ടെന്ന് തന്നെ ഇത് ചൂടായി കിട്ടും. അങ്ങനെ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉലുവയും കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് 4 മീഡിയം സൈസ് സവാള നന്നായിട്ട് കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് സവാള നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇരുമ്പ് ചട്ടി ആയത് കാരണം നമ്മൾ ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത്, പെട്ടെന്ന് തന്നെ സവാള കരിഞ്ഞു പോകും. അങ്ങനെ സവാള നന്നായിട്ട് സോഫ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണലൊന്ന് മാറി വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചച്ചൊവയെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നിറയെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ നിറയെ തന്നെ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുത്തു. ഇനി ആ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നന്നായിട്ട് ആ ഒരു പൊടികളുടെ പച്ചമണെല്ലാം മാറി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തു, പിന്നെ പോരാൻ തോന്നിയിട്ട് വീണ്ടും കുറച്ച് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ മൊത്തത്തിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഞാൻ ഇതിവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു പഴുത്ത തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ട് നമ്മുടെ ചിക്കനില്ലേ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ഇതിവിടെ നല്ലതുപോലെ തന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിവിടെ മൂടി വെച്ചിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആ ഒരു ചിക്കനിലേക്ക് മസാലകളെല്ലാം ഒന്ന് പിടിച്ച് കിട്ടുന്നത് വരെ നമുക്കിത് എന്താ പറയുക മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഞാൻ തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇടയ്ക്ക് ഇതാ തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഞാൻ ഇതിവിടെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇവിടെ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിലുള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റി നല്ല പാകത്തിനെല്ലാം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് നല്ലൊരു അടിപൊളി സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ചോറിനൊന്നും വേറെ ഒന്നും വേണമെന്നില്ല. എന്താ പറയുക, ചോറിന് മാത്രമല്ല നമുക്ക് ദോശയുടെയും പൂരിയുടെയും ചപ്പാത്തിയുടെ കൂടെ എല്ലാറ്റിൻ്റെ കൂടി കഴിക്കാനും അടിപൊളി ടേസ്റ്റുള്ളൊരു തനി നാടൻ ചിക്കൻ റോസ്റ്റ് ഇതവിടെ തയ്യാറായി. ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഇതവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചിക്കൻ റോസ്റ്റ് നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കട്ടെ, അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഞാൻ ഇതിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും നിങ്ങളുടെ പിന്നെ എന്താ പറയുക ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തോട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.